കൂരിട്ടൊക്കെ മാറിയല്ലോ, നന്നായി. മരുമക്കളെ വരുതിക്ക് നിർത്തണം, അല്ലെങ്കിൽ തലേ കയറി. ഈ കുപ്പിയൊക്കെ തീർന്നിരിക്കുക. നീ കോട്ട വാങ്ങിക്കാൻ മറന്നു ഈ മാസം. ഏത് സമയത്ത് ഒരു കുപ്പി, എന്തൊരു മനുഷ്യനായത്. അങ്ങനെ പിടിച്ച പിടിയാലെ ബാംഗ്ലൂർ പോയതുകൊണ്ട് അലമാര അവിടെ എത്തിക്കാൻ കഴിഞ്ഞു. മരുമോനെ തുടക്കത്തിലെ പരിധിയിൽ നിർത്തുന്നത് നല്ലതാ. എല്ലാം നിന്റെ മിടുക്ക. അങ്ങനെയാ. ഒന്ന് വേഗം കഴിക്കണ്ട ശ്യാമ. നിന്റെ ചപ്പാത്തി വറുത്തലൊക്കെ എങ്ങനെ പോണു? അതിനുള്ള യന്ത്രം മേടിക്കാൻ പോവാ. എടാ എന്താടാ അലമാര കൊണ്ടുവന്നിട്ട് നിന്റെ മുഖത്തൊരു പ്രസാദം ഇല്ലാത്തത്? ഒന്നും പറയണ്ട. ആ അലമാര കൊണ്ടുവന്നപ്പോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ പുതിയ പ്രശ്നം. ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളാ കുടുംബ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നത്. ഇനി കുറെ കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ. അതെന്താ? അപ്പൊ പിന്നെ ഇതിനേക്കാളും വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഒന്ന് പോയിന്റെ പ്രസാദേ. ഇതാ സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സ് നീ വെച്ചോ. ഞാൻ മിക്കവാറും നാട്ടിലൊന്ന് പോകും. അപ്പോ ഇനി വക്കീലെങ്ങാനും വിളിച്ചാല് നീ ഏൽപ്പിച്ചാൽ മതി. പിന്നെ നമ്മുടെ അവിടുത്തെ വർക്കൊക്കെ പോലീസുകാർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നീ ആനുവൽ പാർട്ടിക്ക് വരില്ലേ? പിന്നെ എടാ നിനക്ക് സ്വാധിക്ക് വേണ്ടിയിട്ട് എന്തോമാര് അവിടെ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പാർട്ടി തന്നെ ഞാൻ സർപ്രൈസ് ആക്കി വെച്ചിരിക്കുക. ട്രെയിനിങ് ബോംബെയിലാണമ്മേ, ഒരാഴ്ചത്തെ. അയ്യോ പോവാതിരിക്കാൻ പറ്റില്ല. അല്ല ആദ്യത്തെ ട്രെയിനിങ് തന്നെ കല്യാണം കാരണം മിസ്സായതല്ലേ? ഇല്ല അമ്മേ, ആശാരിനെ ഒന്നും വിളിച്ചിട്ടില്ല. ശരി അമ്മേ, അങ്ങോട്ട് വന്നു, ഞാൻ പിന്നെ വിളിക്കാം. താങ്ക് യു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ട്രെയിനിങ്ങിന് പോയ എന്റെ കാര്യങ്ങൾ ആരും നോക്കൂടി? അയ്യോടാ. ചായ എടുക്കട്ടെ? എന്നതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്താ എന്ത് പറ്റി? എടി ആശാരി മൂശാരി ഒന്നും വേണ്ട കേട്ടോ. ഒരു ചവിട്ടിന്റെ കുറവുണ്ടായിരുന്നു. നിനക്ക് അത് ആദ്യം കൊടുത്തൂടെ? അങ്ങനെ ഇപ്പൊ ചവിട്ടി അടയ്ക്കണ്ട. എന്തൊക്കെയായാലും ഈ അലമാരയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും.